അപ്പോൾ ഒരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ കിട്ടി വരുന്നുണ്ട് അല്ലേ? ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്. ഈ മോഡലിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ. കണ്ടന്റ് പഠിച്ചു പോയാൽ യാതൊരു വിധത്തിലും നമ്മൾ പേടിക്കേണ്ട. നമസ്കാരം, എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക് സെഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുള്ള നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സിലബസ് 4 മോഡ്യൂളായിട്ടാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ സ്പെഷ്യൽ ടോപ്പിക്കിലെ 20 മാർക്ക്. ഒന്നാമത്തെ മോഡ്യൂൾ പറയുന്നത് ഫോറസ്റ്റ് എന്നാണ് അല്ലേ? ഫോറസ്റ്റ് ഒന്നാമത്തെ മോഡ്യൂൾ എന്താണ്? ഫോറസ്റ്റ്. രണ്ടാമത്തെ മോഡ്യൂള് വൈൽഡ് ലൈഫ് എന്നാണ്. വൈൽഡ് ലൈഫ്. മൂന്നാമത്തെ മോഡ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അപ്പോൾ ഒന്നാമത്തത് ഫോറസ്റ്റ്, രണ്ടാമത്തത് എന്താണ്? വൈൽഡ് ലൈഫ്, മൂന്നാമത്തത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അങ്ങനെ 3 മോഡ്യൂൾ. പിന്നെ IT ആക്റ്റും ചേരുന്നതാണ്. അതിൽ ഫോറസ്റ്റിൽ 6 മാർക്കാണ്. ഒന്നുകൂടെ പറയാം, അതിൽ ഫോറസ്റ്റ് 6 മാർക്കാണ്, വൈൽഡ് ലൈഫ് 7 മാർക്കും, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് 5 മാർക്കും, IT ആക്ട് 2 മാർക്കും. അങ്ങനെയാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേജ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നാണ് കൂടുതൽ ഈ കാര്യം പറയുന്നത്. ഒന്നുകൂടെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? ജൈവ വൈവിധ്യത്തിൻ്റെ ആഗോള സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഒരു ആഗോള സംരംഭമാണ് ഡാഷ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ജൈവ വൈവിധ്യത്തിൻ്റെ ആഗോള സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഒരു ആഗോള സംരംഭമാണ് ഏത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനു മുമ്പ് എന്താണ് ജൈവ വൈവിധ്യം എന്ന് നോക്കാം. ഞാൻ പറയുന്നു, വനം എന്നാൽ എന്താ? ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഫോറസ്റ്റ് എന്നാൽ എന്താണ്. ഫോറസ്റ്റ് എന്നാൽ എന്താണ്? നമ്മുടെ പ്രകൃതിയുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന്റെ ഒരു മുഖ്യ ഘടകമാണ് വനം എന്ന് പറയുന്നത്. ഭൂമിയുടെ ശ്വാസകോശമാണ് വനങ്ങൾ എന്ന് പറയാം. അതുപോലെ തന്നെ 80% മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥ കൂടെയാണ് വനം എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് വനങ്ങൾ. ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് വനങ്ങൾ. അപ്പൊ എന്താണ് ജൈവ വൈവിധ്യം എന്ന് ചോദിച്ചാൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നു. ബയോ എന്ന് പറഞ്ഞാൽ ലൈഫും, ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യവും എന്നാണ്. അതായത് വിവിധ തരം ജീവികളുടെയും അതിൻ്റെ ആവാസ വ്യവസ്ഥകളെയും ചേർത്ത് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കൊരു മാർക്കും ഷുവറായിട്ടും ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പറയുന്നു, TEEB ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്കൊരു മാർക്ക് കൂടെ തരികയാണ്. ഇതിൻ്റെ ആൻസർ TEEB. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ജൈവ വൈവിധ്യത്തിൻ്റെ ആഗോള സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ള ആഗോള സംരംഭമാണ് TEEB. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ TEEB എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അതെന്താണെന്ന് കൂടെ നമുക്ക് പറഞ്ഞു പോകാം. ശ്രദ്ധിക്കുക, അതെന്താണെന്ന് ആ കണ്ടന്റ് കൂടെ അങ്ങ് പറഞ്ഞു പോകാം. എന്താണ്? അപ്പോൾ TEEB എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ എന്താണ്? എക്കണോമിക്സ് ഓഫ് എക്കോസിസ്റ്റംസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ എക്കണോമിക്സ് ഓഫ് എക്കോസിസ്റ്റംസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ അവിടെ T എന്ന് പറയുന്നത് സൈലന്റ് ആയി പോയി, കണ്ടോ? എക്കണോമിക്സ് ഓഫ് എക്കോസിസ്റ്റംസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഇതാണ് TEEB എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്യം നമ്മൾ പറയുന്നത് എന്താണ്? പ്രകൃതിയുടെ മൂല്യങ്ങൾ ദൃശ്യമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ആഗോള സംരംഭം. അപ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സംരംഭമാണ് ഏത്? TEEB എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. മാത്രമല്ല, ജൈവ വൈവിധ്യത്തിൻ്റെയും ആവാസ വ്യവസ്ഥയുടെയും സേവനങ്ങളുടെയും മൂല്യങ്ങളെ എല്ലാ തലങ്ങളിലും തീരുമാനമെടുക്കുന്നതിലേക്ക് മുഖ്യധാരയാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഒന്നുമില്ല, ഇത് സിമ്പിളായിട്ട് പറയാം. ഇത് ഈ സെൻറ്റൻസ് ആയിട്ടൊന്നും കണ്ട് പേടിക്കേണ്ട. സിമ്പിളായിട്ട് പറയാം. എന്താണ്? ജൈവ വൈവിധ്യം നമുക്കറിയാം, ബയോഡൈവേഴ്സിറ്റി, അതിൻ്റെയും ആവാസ വ്യവസ്ഥ എക്കോസിസ്റ്റം അല്ലേ? അപ്പോൾ ബയോഡൈവേഴ്സിറ്റി പ്ലസ് എക്കോസിസ്റ്റം, അതിൻ്റെയും സേവനങ്ങളുടെയും മൂല്യങ്ങളെ, അതിൻ്റെ മൂല്യങ്ങളെ എല്ലാ തലങ്ങളിലേക്കും അല്ലേ, എല്ലാ തലങ്ങളിലും തീരുമാനമെടുക്കുന്നതിലേക്ക് മുഖ്യധാരയാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ TEEBയുടെ പ്രധാന ലക്ഷ്യം കൂടെ നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ജൈവ വൈവിധ്യത്തിൻ്റെ ആഗോള സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ള ആഗോള സംരംഭം എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ജൈവ വൈവിധ്യത്തിൻ്റെയും ആവാസ വ്യവസ്ഥയുടെയും സേവനങ്ങളെയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുക എന്നാണ് ഈ സംരംഭത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പഠിച്ചു വെച്ചോളുക. അടുത്ത ഇതിലേക്ക് പോകാം നമുക്ക്.
അടുത്തൊരു ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ എ പോൾ എർലിക് ആണോ, ബി WG റോസൻ ആണോ, സി നോർമൻ മിയേഴ്സ് ആണോ, അതുപോലെ തന്നെ എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ ആണോ? അപ്പോൾ ഇതൊക്കെ ആരാ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ WG റോസൻ എന്നാണ്. അപ്പോൾ ആൻസർ എന്താണ്? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? WG റോസൻ. സെറ്റ്. ഇനി ബാക്കിയുള്ള ആരൊക്കെ നമുക്ക് നോക്കാം. ജൈവ വൈവിധ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ. എന്നാണ് എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ, ജൈവ വൈവിധ്യത്തിന്റെ പിതാവ്. അതുപോലെ ആരാണ് നോർമൻ മിയേഴ്സ് എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ, അതായത് പ്രത്യേകതരം ജീവികളുടെ ഒരു കേന്ദ്രമാണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ. പ്രധാനമായും 4 ഒക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാം. അപ്പോൾ ആ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന പദം കൊണ്ടുവന്നത് നോർമൻ മിയേഴ്സ് ആണ് 88-ലാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിവറ്റ് പോപ്പർ സിദ്ധാന്തം, ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ട് റിവറ്റ് പോപ്പർ സിദ്ധാന്തം കൊണ്ടുവന്നതാണ് ആര്? പോൾ എർലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 പേരുടെയും പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ WG റോസൻ ആ പദം, നോർമൻ മിയേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഹോട്ട്സ്പോട്ട് എന്ന പദം, അതുപോലെ എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ പിതാവ്, അതുപോലെ പോൾ എർലിക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തം കൊണ്ടുവന്നു. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ്ടോ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്? അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നോക്കാം. ആദ്യമായി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന പദം ഉപയോഗിച്ചത് നോർമൻ മിയേഴ്സ് ആണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, നിലവിലുള്ള ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 36. ഇന്ത്യയിലെ ഒരു ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടാണ് പശ്ചിമഘട്ടം. അതുപോലെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 4. ശ്രദ്ധിച്ചിരിക്കുക, നല്ലൊരു ടോപ്പിക്, നിങ്ങൾക്കൊരു മാർക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ ശരി ഉത്തരം നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആദ്യമായി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. ഒരു കാര്യം ചെയ്യാം, ആ ടോപ്പിക്കിലേക്ക് പോയിട്ട് തിരികെ വരാം, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കി വെച്ചല്ലോ, ആ ടോപ്പിക്കിലേക്ക് പോയിട്ട് വരാം. ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എന്താണ്? ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ നമുക്ക് നോക്കാം, അല്ലെ? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് അതിൽ പ്രധാനപ്പെട്ടതാണ് അപൂർവമായി കാണപ്പെടുന്നതോ. അപ്പം എന്താണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ? അപൂർവമായി കാണപ്പെടുന്നതോ പ്രാദേശികമായി കാണപ്പെടുന്നതോ ആയ ജീവിവർഗങ്ങളുടെ ഉയർന്ന വൈവിധ്യമുള്ള മേഖല. അപ്പോൾ അപൂർവമായി കാണപ്പെടുന്ന ജീവിവർഗങ്ങളുടെ അല്ലെങ്കിൽ പ്രാദേശികമായി കാണപ്പെടുന്ന എല്ലായിടത്തും ഇല്ല, എല്ലായിടത്തും ഇതുണ്ടാകില്ല. അപ്പോൾ അപൂർവമായോ പ്രാദേശികമായോ കാണപ്പെടുന്ന ജീവിവർഗങ്ങളുടെ ഒരു വൈവിധ്യത്തെയാണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് പഠിച്ചോ? അപ്പോൾ അതാണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ആദ്യമായി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന പദം ഉപയോഗിച്ചത് ആരെന്ന് പഠിച്ചു കഴിഞ്ഞു. 2 ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചു. നോർമൻ മിയേഴ്സ് പഠിച്ചോ? 1988 നോർമൻ മിയേഴ്സ് പഠിച്ചു. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അമേരിക്ക ആസ്ഥാനമായ സംഘടനയാണ് കൺസർവേഷൻ ഇന്റർനാഷണൽ. അപ്പോൾ എന്താണ് കൺസർവേഷൻ ഇന്റർനാഷണൽ? അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അമേരിക്ക ആസ്ഥാനമായ ഒരു സംഘടന ചോദിച്ചാൽ ഏതാണ്? കൺസർവേഷൻ ഇന്റർനാഷണൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കൺസർവേഷൻ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിക്കാൻ വേണ്ട മാനദണ്ഡങ്ങൾ. അപ്പോൾ ഒരു സ്ഥലത്തിനെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിക്കാൻ വേണ്ട മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ കുറഞ്ഞത് 1500 സസ്യ സ്പീഷീസുകൾ ഉണ്ടാകണം. അപ്പോൾ ഒരു സ്ഥലത്തിനെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിക്കണമെങ്കിൽ അവിടുത്തെ മാനദണ്ഡം എന്താണ്? അത് കുറഞ്ഞത് 1500എങ്കിലും എന്ത് വേണം? സസ്യ സ്പീഷീസുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ ഇവയിൽ 30% ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം സംഭവിച്ചിരിക്കണം. അപ്പോൾ അതിൽ 30% അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് എന്താണ്? ആ കോട്ടം സംഭവിച്ചിരിക്കണം. അതായത് വംശനാശ ഭീഷണി വന്ന് പോയിക്കൊണ്ടിരിക്കുന്നവയായിരിക്കും 30%. ഓക്കെ, അടുത്തത് നിലവിലുള്ള ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എണ്ണം 36 തന്നെയാണ്, മുഴുവനായിട്ട് 36. അതിൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 4ആണ്. ഓക്കെ, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 4ആണ്. അതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉള്ളത് ഒന്ന് ഹിമാലയം,
അപ്പോൾ ഇന്ത്യയിലുള്ള 4 പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് ഹിമാലയം എന്ന് പറയുന്നത്. കണ്ടോ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, മ്യാൻമാർ, ഇന്ത്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയുന്നു. അടുത്ത് നമ്മൾ നോക്കുന്നു പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നു. അവിടെ നമുക്ക് നോക്കാം എന്താണ് അത്, രണ്ടാമത്തെ പോയിന്റാണ്. മൂന്നാമത്തെ നോക്കിയേ, ഇൻഡോ ബർമ മേഖല. ഇൻഡോ ബർമ മേഖല എന്ന് പറയുന്നു. അതെവിടെയൊക്കെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സുൻഡാലാൻഡ്, അതായത് സുൻഡാലാൻഡ്. അപ്പോൾ ഈ 4 എണ്ണമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒന്ന് ഏതാണ്, ഹിമാലയം, 2 പശ്ചിമഘട്ടം, 3 ഇൻഡോ ബർമ മേഖലയും, 4 സുൻഡാൽ. അങ്ങനെ 4 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലുള്ളത് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ നമ്മൾ നോക്കിയില്ലല്ലോ. നമ്മുടെ ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയൂ എല്ലാവരും. എന്താണ്, ആദ്യമായി ബയോഡൈവേഴ്സിറ്റി പദം പറഞ്ഞത് ആരാണ്? നോർമൻ മിയേഴ്സ്. ശരിയല്ലേ? അത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന പദം. അതുപോലെ നിലവിലുള്ള ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ട് 36 തന്നെയല്ലോ. ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതും ശരിയാണ്, ഇതും ശരിയാണ്. അടുത്തത്, ഇന്ത്യയിലെ ഒരു ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടാണ് പശ്ചിമഘട്ടം. ശരിയല്ലേ? 4 എണ്ണത്തിൽ ഒന്നല്ലേ? ശരി തന്നെയാണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 4ആണ്. 4ഉം പഠിച്ചില്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? എല്ലാം ശരി എന്ന ആൻസർ. അപ്പോൾ ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യനുകൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനൊക്കെ മാർക്ക് നിങ്ങൾ കളയരുത്. ഓക്കെ, അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? അപ്പോൾ മാക്സിമം നമ്മൾ ആ ഒരു കണ്ടന്റ് കവർ ചെയ്ത് പോവുകയാണ് കേട്ടോ. ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? അപ്പോൾ ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ജൈവ വൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര വർഷം UN പ്രഖ്യാപിച്ചത് ഏതാണ്? 2010 എന്ന് പഠിച്ചു. 2010 UN ജൈവ വൈവിധ്യ വർഷം. അതുപോലെ ഐക്യരാഷ്ട്ര സംഘടന ജൈവ വൈവിധ്യ ദശാബ്ദമായി ആചരിച്ചത് 2001 മുതൽ 10 വരെ എന്നും പറയുന്നുണ്ട്. ജനങ്ങളുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയാണ് എന്ന് പറഞ്ഞു. 4 ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് വയനാട്ടിലെ ഇടവക എന്നും പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ശരി ഉത്തരം നോക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? അപ്പോൾ ശരിയായ ഉത്തരം തന്നെയാണ് ഒന്നാമത്തെ. ഇന്ത്യയിൽ ജൈവ വൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര വർഷം UN 2010 തന്നെയാണ്. ഇനി ഐക്യരാഷ്ട്ര സംഘടന ജൈവ വൈവിധ്യ ദശാബ്ദമായത് 2010 വരെ അല്ല, 2011 മുതൽ 20 വരെയാണ്. 2011 മുതൽ 20 വരെയാണ് എന്ന് പഠിക്കുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. ബാക്കി ജനങ്ങളുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയാണ്. ശരി തന്നെയാണ്. അതുപോലെ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് വയനാട്ടിലെ ഇടവകയാണ്. ശരി തന്നെയാണ്. അപ്പോൾ തെറ്റുത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യ ആക്ടിന്റെ ഫലമായി 2003 ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി നിലവിൽ വന്നു. ശരിയാണോ? നോക്കാം. ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം ചെന്നൈ ആണ്. നോക്കാം. സംസ്ഥാനത്ത് ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ പഞ്ചായത്ത് പനമരം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇതിൽ ശരി ഉത്തരം, തെറ്റുത്തരം എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വന്നു അല്ലേ, ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഇടവകയാണ് രജിസ്റ്റർ. അത് ശരിയെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇവിടുത്തെ തെറ്റല്ലേ ഈ പഞ്ചായത്ത് പനമരം എന്നുള്ളത് തെറ്റല്ലേ? അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരി എന്നതാണ് ശരി ഉത്തരം പറയുന്നത്. അപ്പോൾ ജൈവ വൈവിധ്യ ആക്ടിൻ്റെ ഫലമായി 2003 ദേശീയ, അപ്പോൾ ജൈവ വൈവിധ്യ ആക്ട് 2002ഉം ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി 2003 ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം ചെന്നൈ തന്നെയാണ്. ശരി തന്നെയാണ്. അതുപോലെ തന്നെ രജിസ്റ്റർ പുറത്തിറക്കിയത് എവിടെയാണ്? ഇടവകയാണെന്നും പഠിക്കുക. അപ്പോൾ ഇതാണ്. ഇനി തെറ്റെഴുത്, മാക്സിമം കണ്ടന്റ് തരുന്നുണ്ട്. ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഗാഡ്കിൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ പറയുന്ന ഗാഡ്കിൽ കമ്മിറ്റി, നമുക്കറിയാം കുറേ കമ്മിറ്റികൾ വന്നിട്ടുണ്ട്. പശ്ചിമഘട്ട സമിതികൾ അല്ലേ, പശ്ചിമഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് കുറേ സമിതികളുണ്ട്. അതിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു പരിസ്ഥിതി കേന്ദ്രം കൊണ്ടുവന്നൊരു കമ്മിറ്റിയാണ് ഗാഡ്കിൽ കമ്മിറ്റി. മാധവ് ഗാഡ്കിൽ അധ്യക്ഷനായ ഗാഡ്കിൽ കമ്മിറ്റി. അതിൻ്റെ പോരായ്മ കണ്ടെത്താൻ കസ്തൂരി രംഗൻ കമ്മിറ്റി. പിന്നെ കേരള സർക്കാർ കൊണ്ടുവന്ന ഉമ്മൻ കമ്മിറ്റി. അങ്ങനെ കുറേ കമ്മീഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗാഡ്കിൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട്, ഈ ഗാഡ്കിൽ കമ്മിറ്റി ഏത് വർഷമാണ്? ഗാഡ്കിൽ കമ്മിറ്റി 2010 എന്ന് നിങ്ങൾ പഠിക്കുക. ഗാഡ്കിൽ കമ്മിറ്റി 2010.
അപ്പോൾ കേരളത്തിലെ 12 താലൂക്കുകൾ, അപ്പോൾ ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിച്ചിട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ത് റിപ്പോർട്ടാണ് നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ 12 താലൂക്കുകൾ പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലയിലാണ് എന്ന് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. അതുപോലെ ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം 123 ഗ്രാമങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ശരി തന്നെയാണ്. 2011 ഓഗസ്റ്റ് 12 ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ശരിയാണോ? അപ്പോൾ ഇതാണ് പശ്ചിമഘട്ടത്തിലെ ഗാഡ്ഗിൽ കമ്മിറ്റിയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്. ചോദിച്ചിരിക്കുന്നത് ശരിയോ തെറ്റോ, ധൈര്യമായിട്ട് എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? നമുക്ക് ധൈര്യമായിട്ട് എഴുതാൻ പറ്റും. കണ്ടന്റ് ഫുള്ള് തന്നാണ് പോകുന്നത്, മനസ്സിലായോ? അപ്പോൾ എൻട്രി നിങ്ങൾക്കൊരു കാര്യം തരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നേ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എന്താണെന്ന് നോക്കാം. കണ്ടോ, ഗാഡ്ഗിൽ കമ്മിറ്റി 2010, അതിനെക്കുറിച്ച് നോക്കാം. അവിടെ ആദ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച, അപ്പോൾ ഇതിനെ ആരാ രൂപീകരിച്ചത്? കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ. എന്താണ്? വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ അല്ലെങ്കിൽ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയാണ് എന്ത് പറയുന്നത്? ആ വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്ന് പറയുന്നത്. അത് 2010. ഓക്കെ, അത് കഴിഞ്ഞ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഏത്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. അപ്പോൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്താ പറഞ്ഞേ? പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എന്താ പറഞ്ഞത്? കേരളത്തിലെ 12 താലൂക്കുകളും പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലയിലാണ് എന്ന് പറഞ്ഞു. അത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ശരിയാണ്. അതുപോലെ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചെയർമാനാണ് മാധവ് ഗാഡ്ഗിൽ, പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നു. പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ പ്രാഥമിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വേർതിരിക്കുകയും അവയുടെ സംരക്ഷണത്തിനായുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങളെന്ന് പഠിക്കാൻ വേണ്ടിയാണ് വന്നത്. ഓക്കെ, ഇൻ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച ഡേറ്റ് കണ്ടോ? 2011 ഓഗസ്റ്റ് 31. നമ്മുടെ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റിൽ തന്നത് ഓഗസ്റ്റ് 12 എന്നാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ 2011 ഓഗസ്റ്റ് 31 റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് അറിയുക. പ്രധാന ശുപാർശകൾ: ഓഗസ്റ്റ് 2011 മുഴുവൻ മലനിരകളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി മാറ്റാൻ ശുപാർശ ചെയ്തത്. അപ്പോൾ മുഴുവൻ മലകളെയും എന്താക്കി മാറ്റാൻ പറഞ്ഞു? പരിസ്ഥിതി ലോല മേഖലകളായി മാറ്റാൻ പറഞ്ഞത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി അല്ലേ, WGEP. ഓക്കെ, അതുപോലെ തന്നെ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയെ നിയമിച്ചത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഈ പശ്ചിമഘട്ട അതിർത്തിയിലെ 142 താലൂക്കുകളെ പരിസ്ഥിതി ലോല മേഖലകൾ, അതായത് എക്കോ സെൻസിറ്റീവ് സോൺ 1, 2, 3 എന്നിങ്ങനെ തരംതിരിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ പശ്ചിമഘട്ട അതിർത്തിയിലെ 142 താലൂക്കുകളെ എക്കോ സെൻസിറ്റീവ് സോണായിട്ട് ESZ1, 2, 3 എന്ന 3 മേഖലകളായി തിരിച്ചു. എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരിക്കുന്ന മേഖലയാണ് ESZ1. ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ മറ്റ് അണക്കെട്ടുകളോ ഒന്നും തന്നെ അവിടെ പാടില്ല. അത്രയും അപകടകരമായ പ്രദേശമാണ് ESZ1 സോൺ എന്ന് പറയുന്നു. അതുപോലെ തന്നെ പുതിയ വൻകിട അണക്കെട്ടുകളോ അനുവദിക്കരുതെന്ന് സമിതി ശുപാർശ ചെയ്ത മേഖല കൂടിയാണ് ESZ1 സോൺ. പഠിച്ചോണം. അപ്പോൾ നമ്മൾ 142 താലൂക്കുകളെ എടുത്തു, അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ESZ1 സോണിൽ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും പാടില്ല എന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് സമർപ്പിച്ച ഡേറ്റ് ഒക്കെ നമുക്ക് അറിയാം. അതുപോലെ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ല. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ, അതിന് നൽകേണ്ടതില്ല, കാരണം വികസന പ്രവർത്തനം വേണ്ട, നൽകേണ്ടതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ കൂടിയാണ് ഗാഡ്ഗിൽ കമ്മീഷൻ. മാത്രമല്ല താഴെ തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള പ്രവർത്തനത്തിന് കൂടെ ശുപാർശകൾ, ഗ്രാമസഭകളിൽ നിന്ന് തുടങ്ങി മുകളിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കും കൂടെ ശുപാർശ ചെയ്തതും ഗാഡ്ഗിൽ കമ്മീഷനാണെന്ന് പറയുക. അപ്പോൾ ഇത്രയുമാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി എന്നാണ്, അതായത് പശ്ചിമഘട്ടത്തെ പറ്റി പഠിക്കാനായിട്ട് വന്ന കമ്മീഷനിൽ ആദ്യത്തെ കമ്മീഷനാണ് മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ.
അതിനെ അല്ലേ കേന്ദ്ര പരിസ്ഥിതി വനം പരിസ്ഥിതി മന്ത്രാലയമാണ് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അതിൽ കേരളത്തിലെ 12 താലൂക്കുകൾ പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായും അതിലാണെന്ന് പറഞ്ഞു. ശരി തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഇനി ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം 123 ഗ്രാമങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞത് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ആർക്ക് കറക്റ്റ് ആയിരിക്കും? ഇത് കസ്തൂരി രംഗൻ കമ്മീഷന് കറക്റ്റ് ആയിരിക്കും. ഇത് കസ്തൂരി രംഗൻ കമ്മീഷനിലെ വസ്തുതയാണ്. അതുപോലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ചതാണെന്ന് പറഞ്ഞു. ശരി തന്നെയാണ്. റിപ്പോർട്ട് സമർപ്പിച്ചത് 12-നല്ല 31-നാണ്. അതുകൊണ്ട് ഇതും തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം ശരി എന്നാണല്ലോ അല്ലെ? ശരിയായവ തിരഞ്ഞെടുക്കുക. 1, 3 ശരി എന്നുള്ളൊരു പ്രസ്താവന ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 3 ശരി. മനസ്സിലായോ? അപ്പം നമ്മൾ ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻ നോക്കി. ഇപ്പം പശ്ചിമഘട്ടം എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് മനസ്സിലായി വരുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അടുത്തത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കണ്ടന്റ് വൈസ് നന്നായിട്ടാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ലോക പൈതൃക സമിതി തീരുമാനിച്ച യോഗം നടന്ന രാജ്യം. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ലോക പൈതൃക സമിതി തീരുമാനിച്ച യോഗം ഏത് രാജ്യത്ത് വെച്ച് നടന്നു എന്ന് ചോദിച്ചാൽ ആൻസർ റഷ്യ ആണെന്ന് പഠിച്ചോളൂ. എന്താണ്? റഷ്യയിൽ വെച്ചാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള യോഗം നടന്നത് റഷ്യയിലാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. വംശനാശ ഭീഷണി നേരിടുന്ന വനസസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അന്താരാഷ്ട്ര വ്യാപാരം സംബന്ധിച്ച ഉടമ്പടി. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന വനസസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അന്താരാഷ്ട്ര വ്യാപാരം സംബന്ധിച്ച ഉടമ്പടി ഇതിലേതാണ്? അത് ട്രാഫിക് ആണോ, സൈറ്റ്സ് ആണോ, TEED ആണോ, TEEB ആണോ? അപ്പോൾ ഇത് ഏത് ചാപ്റ്റർ, ഏത് മോഡ്യൂൾ എന്ന് ചോദിച്ചാൽ വൈൽഡ് ലൈഫ് എന്നൊരു മോഡ്യൂളുണ്ട്. വൈൽഡ് ലൈഫ് എന്ന മോഡ്യൂളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. ട്രാഫിക് ആണോ, സൈറ്റ്സ് ആണോ, TED ആണോ, TEB ആണോ? ആൻസർ സൈറ്റ്സ് ആണ് നമ്മുടെ ആൻസർ. സൈറ്റ്സിനെ കുറിച്ചൊരു മാർക്ക്. ഷുവറാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വാക്ക് നോക്കി വെച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷ ഡിസംബർ 20-ന് നടക്കുന്ന പരീക്ഷയിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സൈറ്റ്സ് എന്താണ്? സൈറ്റ്സ് എന്ന് ചോദിച്ചാൽ വംശനാശ ഭീഷണി നേരിടുന്ന വനസസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അന്താരാഷ്ട്ര വ്യാപാരം സംബന്ധിച്ച ഉടമ്പടി. അപ്പോൾ ഈ വംശനാശം സംഭവിച്ച ഈ പറയുന്ന വനസസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വ്യാപാരം സംബന്ധിച്ച ഉടമ്പടി. അങ്ങനെ വെറുതെ വ്യാപാരം നടത്താൻ പറ്റില്ല, അതിനൊരു ഉടമ്പടി ഉണ്ടാക്കണം, കരാറുണ്ടാക്കണം. എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കാനോ നിരോധിക്കാനോ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ആഗോള കരാറാണ്. ഇത് നിയന്ത്രിക്കുകയും ചെയ്യാം, വേണമെങ്കിൽ നിരോധിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഒരു കരാർ കൂടെയാണ് സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കരാർ കൊടുക്കണോ വേണമോ വാങ്ങണമോ എന്ന് തീരുമാനിക്കുന്ന ഒരു കരാറാണ് സൈറ്റ്സ്. സൈറ്റ്സിൻ്റെ ഫുൾ ഫോം ആദ്യം പഠിച്ചോളൂ. കൺവെൻഷൻ, C for കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണ എന്നാണ് പറയുന്നത്. ഫ്ലോറ ആൻഡ് ഫോണ. അപ്പോൾ സൈറ്റ്സ് 1973-ലാണ്. സൈറ്റ്സ് 1973-ലാണ് വന്നതെന്നറിയാം. അപ്പോൾ ഫുൾ ഫോം പഠിച്ചോളാം. കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണ. അപ്പോൾ ഈ 1973 പ്രമേയത്തിൻ്റെ ഫലമായാണ് സൈറ്റ്സിൻ്റെ കരട് തയ്യാറാക്കിയതെന്ന് അറിയുക. അതുപോലെ തന്നെ 80 രാജ്യങ്ങളുടെ പ്രതിനിധികൾ എവിടെ വെച്ച്? വാഷിങ്ടൺ DC-യിൽ ചേർന്ന യോഗത്തിലാണ് സൈറ്റ്സിന് അംഗീകാരം നൽകിയത്. അപ്പോൾ ഏകദേശം 80 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചേർന്നാണ് സൈറ്റ്സിന് അംഗീകാരം നൽകിയത്. ഡേറ്റ് നോക്കൂ, 1973 മാർച്ച് 3 എന്ന് പഠിക്കണം. 1973 മാർച്ച് 3 എന്ന് പഠിക്കുക. മാത്രമല്ല സൈറ്റ്സ് പ്രാബല്യത്തിൽ വന്ന വർഷം 1975 ജൂലൈ ആണെന്നും പഠിക്കുക. 1975 ജൂലൈ ആണെന്നും കൂടെ പഠിക്കുക സൈറ്റ്സ്. ഓക്കെ, അടുത്ത് പഠിച്ചോളൂ. അടുത്ത് നമുക്ക് നോക്കാം സൈറ്റ്സ് ഉടമ്പടി ലഭ്യമാകുന്ന ഭാഷകൾ. അപ്പോൾ സൈറ്റ്സ് ഉടമ്പടി ലഭ്യമാകുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? അപ്പോൾ ചോദിക്കാം ചിലപ്പോൾ. ഇംഗ്ലീഷ് ഉണ്ടാകും, ഫ്രഞ്ച് ഉണ്ടാകും, സ്പാനിഷ്, ചൈനീസ്, റഷ്യൻ. ഇംഗ്ലീഷ് ഭാഷയുണ്ട്, ഫ്രഞ്ച് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, ചൈനീസ്, റഷ്യൻ ഭാഷകളാണ്. ഇന്ത്യ സൈറ്റ്സിൽ അംഗമായത് 1976-ലാണെന്ന് കൂടെ അറിയുക. ഇന്ത്യ സൈറ്റ്സിൽ അംഗമായത് 1976-ലാണ്. സൈറ്റ്സ് സെക്രട്ടേറിയറ്റ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, അപ്പോൾ ഭരിക്കുന്നത് UNEP ആണെന്ന് പറയുക. യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം, പരിസ്ഥിതി സംഘടനയായ UNEP.
അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ അല്ലെങ്കിൽ അമിത ചൂഷണത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ജീവികളുടെ ലിസ്റ്റുകളാണ് 1, 2, 3 അനുബന്ധങ്ങളിൽ ഉൾപ്പെടുന്നത്, അപ്പൻഡിക്സ് എന്ന് പറയും. അപ്പോൾ ഈ സൈറ്റ്സിനെ നമുക്ക് 3 അപ്പൻഡിക്സ് ആയിട്ട്, അനുബന്ധം 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വിവിധ തരത്തിലുള്ള ജീവികൾ അതിലെ സൈറ്റ്സ് 1, 2, 3 അനുബന്ധങ്ങളിൽ ഉൾപ്പെടും. ഏതൊക്കെയാണ്? അതിൽ അപ്പൻഡിക്സ് 1 അതായത് സൈറ്റ്സ് ലിസ്റ്റ് ചെയ്ത മൃഗങ്ങളിലും സസ്യങ്ങളിലും ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഉൾപ്പെടുന്നതാണ് ഏത്? അപ്പൻഡിക്സ് 1 എന്ന് പറയുന്നത്. അപ്പൻഡിക്സ് ഒന്നെന്താണ്? സൈറ്റ്സ് ലിസ്റ്റ് ചെയ്ത മൃഗങ്ങളിലും സസ്യങ്ങളിലും ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഉൾപ്പെടുന്നതാണ് സൈറ്റ്സ് അല്ലെങ്കിൽ അപ്പൻഡിക്സ് 1ലും. അത് ഉദാഹരണം ചില ഉദാഹരണം ശാസ്ത്രീയ ഗവേഷണം ഒക്കെ വരുന്നു, അതിലാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ഇറക്കുമതി പെർമിറ്റും കയറ്റുമതി പെർമിറ്റും അനുവദിച്ചുകൊണ്ട് അംഗീകരിക്കപ്പെട്ട വ്യാപാരം നടന്നേക്കും. അപ്പോൾ എന്ത് കൊടുത്താൽ മാത്രമേ ഈ ഇതിൽ അപ്പൻഡിക്സ് 1ലുള്ള ജീവികളുടെ വ്യാപാരം നടക്കുകയുള്ളൂ? അതായത് കയറ്റുമതി പെർമിറ്റും ഇറക്കുമതി പെർമിറ്റും അനുവദിച്ചുകൊണ്ട് അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ വ്യാപാരം നടക്കുകയുള്ളൂ. ഉദാഹരണങ്ങളാണ് കടലാമകൾ, ഗൊറില്ല, ഭീമൻ പാണ്ടയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അപ്പൻഡിക്സ് 1. അപ്പോൾ ഒന്നുകൂടെ അനുബന്ധം 1ൽ പറയുന്നു, സൈറ്റ്സ് ലിസ്റ്റ് ചെയ്ത മൃഗങ്ങളിലും സസ്യങ്ങളിലും ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന ലിസ്റ്റാണ് ഇതിൽ പറയുന്നത്. ശാസ്ത്രീയ ഗവേഷണങ്ങളൊക്കെയാണ് ഉദാഹരണം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ജീവികളാണ്. ഓക്കെ, അത് സൈറ്റ്സ് 1ലും. 2ൽ പറയുന്നത് വംശനാശ ഭീഷണി നേരിടാത്ത ജീവി വർഗ്ഗങ്ങൾ ഉൾപ്പെടുന്നു, എന്നാൽ വ്യാപാരം കർശനമായി നിയന്ത്രിക്കുന്നില്ല എങ്കിൽ വംശനാശം നേരിടേണ്ടി വരും. കണ്ടോ? അപ്പോൾ ഇപ്പോൾ മറ്റതാണെങ്കിൽ വംശനാശ ഭീഷണി നേരിട്ടതാണ്, ഇവിടെ നേരിട്ടിട്ടില്ല, പക്ഷേ അധികം നിയന്ത്രിച്ചില്ല എങ്കിൽ നേരിടും. ആ ലിസ്റ്റാണ് സൈറ്റ്സ് അപ്പൻഡിക്സ് 2ൽ വരുന്നത്. ഓക്കെ, ഇനി 3ൽ വരുന്നത് ജീവി വർഗ്ഗങ്ങളിലെ വ്യാപാരം ഇതിനകം നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയുടെ അഭ്യർത്ഥന പ്രകാരം ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പീഷീസുകളുടെ ലിസ്റ്റാണ്. അപ്പോൾ അതായത് ജീവി വർഗ്ഗങ്ങളിൽ വ്യാപാരം ഇതിനകം നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയുടെ അഭ്യർത്ഥന പ്രകാരം വേണമെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പീഷീസ്. അപ്പോൾ അഭ്യർത്ഥന ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നടത്താം വ്യാപാരം, അങ്ങനെയുള്ള ലിസ്റ്റാണ് ഈ അപ്പൻഡിക്സ് 3. പാർട്ടിയുടെ അഭ്യർത്ഥന പ്രകാരം നടത്താം. അപ്പോൾ അതാണ് 3ാമത്തെ അപ്പൻഡിക്സ്. അപ്പോൾ സൈറ്റ്സ് 1, 2, 3 സൈറ്റ്സ് 1, 2, 3 നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചോളൂ. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2, അപ്പൻഡിക്സ് 3 സൈറ്റ്സിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കേരളത്തിലെ ആകെ വനവിസ്തൃതിയുടെ 1% മാത്രം കാണപ്പെടുന്ന വനപ്രദേശം ഏതാണ്? അപ്പോൾ കേരളത്തിലെ ആകെ വനവിസ്തൃതിയുടെ 1% മാത്രം കാണപ്പെടുന്ന വനപ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം അറിയാനുള്ളൊരു കാര്യം, കേരളത്തിൻ്റെ വനവിസ്തൃതി എത്ര എന്ന് ചോദിക്കും. അതിനു മുമ്പ് ഇന്ത്യയിലെ ഒരു കാര്യം ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. അപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രദേശത്തെ കാലാവസ്ഥയെയും ഭൂപ്രകൃതിയെയും മണ്ണിനെയും മഴയുടെ അളവിനും അനുസരിച്ച് വളരുന്ന സസ്യങ്ങളെ പറയുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നു. എന്താണ് നൈസർഗിക സസ്യജാലങ്ങൾ? പഠിച്ചോ എന്താണ് നൈസർഗിക? നമ്മുടെ സ്ഥലത്ത് പ്ലാവ് ഉണ്ടാകാം, പേര ഉണ്ടാകാം, മാവുണ്ടാവാം, ഇതൊക്കെ ഇവിടെ വളരും. പക്ഷെ നമുക്കിവിടെ ആപ്പിൾ മരം വളരുമോ? ഇല്ല, അത് ആ സ്ഥലത്ത് മാത്രമേ വളരുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ വളരുന്നത് നമ്മുടെ ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങളും അവിടെ വളരുന്നത് അവരുടെ നൈസർഗിക സസ്യജാലങ്ങളുമാണ്. അത് കാലാവസ്ഥയ്ക്കനുസരിച്ചാണ്, ഓക്കെ, മഴയുടെ അളവിനനുസരിച്ചാണ്, മണ്ണിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചാണ്. അതാണ് നൈസർഗിക സസ്യജാലങ്ങൾ. ആ രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട നൈസർഗിക സസ്യജാലങ്ങൾ നമുക്കൊന്ന് പറയാം. ഒന്ന്, ഉഷ്ണമേഖലാ മഴക്കാടുകൾ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. എന്താണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ? രണ്ടാമത്തത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. മൂന്നാമത്തത് കണ്ടൽ കാടുകൾ എന്ന് പറയും. നാലാമത്തത് കളരോല ചതുപ്പ് നിര വനങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് മുൾച്ചെടികളും കുറ്റിച്ചെടികളും എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ ഓരോ സ്ഥലത്തിൽ വളരുന്ന സസ്യജാലങ്ങൾ ആണ് അല്ലേ? അപ്പോൾ ഇതിനെയൊക്കെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്താണ് ഈ മഴക്കാടുകൾ? അപ്പോൾ ഉഷ്ണമേഖല മഴക്കാടുകളെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നിത്യഹരിത വനങ്ങളെന്ന് ചോദിച്ചാൽ അവിടെ ഏറ്റവും മഴ ലഭിക്കുന്നൊരു പ്രദേശമാണ്, മഴ കൂടുതൽ. അപ്പം മഴക്കാടുകൾ എന്നറിയപ്പെടുന്നതാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിത്യഹരിത വനങ്ങൾ. മാത്രമല്ല അവിടെയാണ് ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്തൊക്കെ കാണപ്പെടുന്നതെന്ന് പറയുന്നു. അടുത്ത രണ്ടാമത്തത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. അതായത് കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശം അല്ലെങ്കിൽ മൺസൂൺ കാടുകൾ എന്നറിയപ്പെടുന്ന ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഇന്ത്യയിലെ ഉപദ്വീപിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഓക്കെ, ഇതിനെ മൺസൂൺ കാടുകൾ എന്നും പറയുന്നു. അതുപോലെ എന്താണ്
വേറെ എന്ത് പറയുക, നമുക്ക് കണ്ടൽക്കാടുകൾ എന്താണ്, കടലും പുഴയും ചേരുന്ന പ്രദേശത്ത് ഡെൽറ്റകളിൽ കാണപ്പെടുന്ന സുന്ദർബൻസ്, അതൊക്കെയാണ് കണ്ടൽക്കാടുകൾ അല്ലേ, അതിനെക്കുറിച്ച് പറയാം. പിന്നെ നമ്മൾ പറയുന്നു എന്താണ്, മുൾച്ചെടികളും കുറ്റിച്ചെടികളും എവിടെ വളരുന്നതാണ്, അത് ഈ മരുഭൂമിയിലൊക്കെ വളരുന്നതാണ്. പിന്നെ എന്താണ്, മലയിൽ വളരുന്ന എന്താണ്, നമ്മൾ പർവ്വത കാടുകൾ പറയുന്നു അല്ലേ, അത് മല ഉയർന്ന പ്രദേശങ്ങൾ വളരുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്താണ് ഈ നൈസർഗിക സസ്യജാലങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കേരളത്തിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം നോക്കാം. ISFR റിപ്പോർട്ടുണ്ട്, ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് ISFR റിപ്പോർട്ട് എന്ന് പറയും. ISFR 2023 കണക്കനുസരിച്ച് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കാവൂ. ഇതിനനുസരിച്ച് പുതിയ അളവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവൃക്ഷ ആവരണം കൂടുതലുള്ളതും മധ്യപ്രദേശ് തന്നെയാണ്. ഓക്കെ, എന്നാൽ ഈ പുതിയ കണക്കനുസരിച്ച് കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ലിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്, നമുക്കത് വഴിയെ പഠിക്കാം. അതുപോലെ തന്നെ കേരളത്തിലേക്ക് വരാം. കണ്ടോ, കേരളത്തിലെ ആകെ വനവിസ്തൃതിയുടെ 1% മാത്രം കാണപ്പെടുന്ന വനപ്രദേശം ഏത് എന്നാണ് ചോദിച്ചത്. 1% മാത്രമേ ഉള്ളൂ. അത് വരണ്ട ഇലപൊഴിയും കാടുകൾ ആണോ, ചന്ദനക്കാടുകൾ ആണോ, ഉപോഷ്ണ മേഖലാ ഗിരിവനങ്ങൾ ആണോ, ഉപോഷ്ണ ആർദ്ര ഇലകൊഴിയും വനങ്ങൾ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ കേരളത്തിലെ വനങ്ങളാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിലെ വനങ്ങളെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ അറിയണം. അപ്പോൾ നോക്കി, കേരളത്തിലെ വനവിസ്തൃതി എത്രയാണെന്ന് പഠിച്ചു വെച്ചോളൂ. എത്രയാ? 11,531.908 സ്ക്വയർ കിലോമീറ്റർ ആണ് പുതിയ കണക്കനുസരിച്ച് കേരളത്തിലെ വനവിസ്തൃതി. ഓക്കെ, അതുപോലെ ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം 13. ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം 13 എന്ന് നിങ്ങൾ പഠിക്കുക. അതുപോലെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കേരളത്തിലെ പ്രധാന വനങ്ങൾ പഠിച്ചോളൂ. 1, ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ മഴക്കാടുകൾ എന്ന് പറയുന്നു. അതിനെയാണ് ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. ഒന്നാമത്തെ പഠിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിതവനം. നിത്യഹരിതവനം തന്നെയാണ് എന്ത്, നമ്മൾ മഴക്കാടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മഴ കൂടുതലുള്ള പ്രദേശമാണ്. ഓക്കെ, നിത്യഹരിതവനങ്ങൾ. അതുപോലെ ഉപോഷ്ണ ആർദ്ര ഇലകൊഴിയും വനങ്ങൾ. അപ്പോൾ മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് എന്ന് പറയുന്നു. അതായത് ഉപോഷ്ണ ആർദ്ര ഇലകൊഴിയും വനങ്ങൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ കാലികമായി മാത്രം മഴ ലഭിക്കുന്നു, മൺസൂൺ കാടുകളാണിവ. അപ്പോൾ ഇതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം. ഏതാണ്? ഉപോഷ്ണ ആർദ്ര ഇലകൊഴിയും വനം. നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഉഷ്ണമേഖല ഇലകൊഴിയും കാടുകൾ, അത് തന്നെയാണിത്. അപ്പോൾ ഇന്ത്യയിലും കൂടുതൽ ഇലകൊഴിയും തന്നെയാണ്, കേരളത്തിലും കൂടുതൽ ഇലകൊഴിയും കാടുകൾ തന്നെയാണ്, മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഉപോഷ്ണ മേഖല അർദ്ധനിത്യഹരിത വനങ്ങൾ. അർദ്ധനിത്യഹരിതം എന്ന് വെച്ചാൽ ഈ പറയുന്ന നിത്യഹരിത വനങ്ങളെക്കാൾ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് അർദ്ധനിത്യഹരിത വനങ്ങൾ. പക്ഷേ വറ്റാത്ത നീരുറവകൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്നറിയണം. അർദ്ധനിത്യഹരിത വനങ്ങളുടെ പ്രത്യേകതയാണ് വറ്റാത്ത നീരുറവകൾ എന്ന് നമ്മൾ അറിയണം. അതുപോലെയാണ് ഉപോഷ്ണ മേഖല ഗിരിവനങ്ങൾ. ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളിൽ വളരുന്ന മരങ്ങളാണ്, അല്ലെങ്കിൽ തണുത്ത പ്രദേശത്ത് ഉയരം കൂടുതലും അല്ലെങ്കിൽ കാലാവസ്ഥ കുറഞ്ഞു വരും, ടെമ്പറേച്ചർ കുറവ്, തണുപ്പാണ്. അപ്പോൾ അവിടെ വളരുന്നതാണ് ഇതാ പറയുന്നത് ഉഷ്ണമേഖല ഉപോഷ്ണ മേഖല ഗിരിവനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ മിതശീതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ. അപ്പം മിതശീതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ എന്ന് പറയുന്നു. മറ്റൊരെണ്ണം പറയുന്നു, അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ചെറിയ അല്ലെ പൊക്കം കുറഞ്ഞ മരങ്ങളൊക്കെ വളരുന്ന മലയിലുള്ള പ്രദേശങ്ങളാണ്. അതുപോലെ ചന്ദനക്കാടുകൾ. ചന്ദനക്കാടുകൾ അറിയാം, കർണാടക തമിഴ്നാട് ബോർഡറിലുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് ചന്ദനക്കാടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മറയൂരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. തേക്കിന് പ്രശസ്തമായ കേരളത്തിലെ സ്ഥലം നിലമ്പൂരും, മറയൂരാണ് ചന്ദനം എന്ന് പഠിക്കുക. അതുപോലെ വരണ്ട ഇലവൊഴിയും കാടുകൾ. വരണ്ട ഇലവൊഴിയും കാടുകൾ കേരളത്തിൽ 1% താഴെ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് നിങ്ങൾ പഠിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പഠിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? കേരളത്തിലെ ആകെ വനവിസ്തൃതിയുടെ 1% മാത്രം കാണപ്പെടുന്ന വനപ്രദേശം ഏത്? നമ്മുടെ ആൻസർ ഏതാണ്? ഉപോഷ്ണ ആർദ്ര ഇലവൊഴിയും വനങ്ങൾ. ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ ക്ലാസ്സുകളായിട്ട് നമ്മുടെ കോഴ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ കണ്ടന്റുകൾ മാത്രമേ തരുന്നുള്ളൂ. നല്ല ഭംഗിയായിട്ട് നമ്മളത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലെ വനങ്ങൾ എന്ന ടോപ്പിക്ക്. മനസ്സിലായി വരുന്നുണ്ട്. എല്ലാ കണ്ടന്റും പറയാനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ല, അത് നിങ്ങൾ ഓർത്തോളണം കേട്ടോ. ഇത് നമ്മുടെ കണ്ടന്റ് ക്ലാസ് അല്ല എന്നുകൂടെ ഓർമ്മിക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അജണ്ട 21 ലക്ഷ്യമെന്ത്?
അപ്പം നമ്മൾ ഈ പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ ഫോറസ്റ്റ് എന്ന ചാപ്റ്റർ പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഓർഗനൈസേഷൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു പാഠമാണ് ഫോറസ്റ്റ്. ഓർഗനൈസേഷൻസ് അതിൽ ഇന്ത്യയിലെയും അല്ലെങ്കിൽ ലോകത്തിലെയും സംഘടനകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് പുതിയ പദ്ധതികളൊക്കെ ഇതൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അജണ്ട 21 പ്രധാന ലക്ഷ്യമെന്ത് എന്ന് ചോദിച്ചാൽ ഇതിലേതാണ്? ഹരിതഗ്രഹവാതകങ്ങളുടെ നിയന്ത്രണമാണോ, പരിസ്ഥിതി സംരക്ഷണമാണോ, ആഗോള സുസ്ഥിര വികസനമാണോ, മരുഭൂമിവൽക്കരണം തടയലാണോ? ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് വരും. അപ്പോൾ അജണ്ട 21 എന്താണെന്ന് നോക്കിയാൽ ആദ്യം അജണ്ട 21 മനസ്സിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UNCED 1992 എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. എന്താണ് UNCED 1992? എന്താണ് UNCED 1992 എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവിയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. എന്താണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവിയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ UNCED 1992 എന്താണെന്ന് നോക്കാം. പരിസ്ഥിതിയെയും വികസനത്തെ. അപ്പം നിങ്ങൾ ചോദിക്കും അജണ്ട 21 പഠിച്ചപ്പോൾ എന്തിനാണ് ഇങ്ങ് വന്നത്? നമുക്ക് നോക്കാം എന്താണ് അജണ്ട 21 എന്ന്. ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ പരിസ്ഥിതിയെയും വികസനത്തെയും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സംഘടനയുടെ UNയുടെ സമ്മേളനം അല്ലെ. അപ്പോൾ ഇതാണ് UNCED എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് UNCED എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെയും വികസനത്തെയും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു സമ്മേളനമാണ് UNCED. അല്ലെങ്കിൽ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവിയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അതിൽ തന്നെ ആൻസർ ഉണ്ട് അല്ലെ, എൻവിയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് 92. ഭൗമ ഉച്ചകോടി എന്നും റിയോ ഉച്ചകോടി എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ ഇതിന്റെ മറ്റ് രണ്ട് പേര് പഠിച്ചോളൂ. ഭൗമ ഉച്ചകോടി അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റ്, റിയോ ഉച്ചകോടി. നമുക്കറിയാം ബ്രസീലിലാണ് റിയോ അല്ലെ. അപ്പോൾ ആ റിയോ ഉച്ചകോടി എന്നും അറിയപ്പെടുന്ന ഒരു കോൺഫറൻസ് ആണ് ഇതാ പറഞ്ഞ UNCED എന്ന് പറയുന്നു. പരിസ്ഥിതി സംരക്ഷണം, ഹരിതഗ്രഹവാതക ബഹിർഗമനം നിയന്ത്രിക്കുക എന്നീ പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നടന്നൊരു ഉച്ചകോടി കൂടെയാണ്. അപ്പോൾ എന്താണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണമുണ്ട്, ഹരിതഗ്രഹവാതക ബഹിർഗമനം നിയന്ത്രിക്കുക എന്നീ പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നടന്നൊരു ഭൗമ ഉച്ചകോടി. അതിനെയാണ് ഭൗമ ഉച്ചകോടി. അതുപോലെ 72 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന പ്രഥമ മനുഷ്യ പരിസ്ഥിതിയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു സമ്മേളനം കൂടെയാണ് ഇതെന്നറിയണം. അപ്പോൾ 72 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന പ്രഥമ മനുഷ്യ പരിസ്ഥിതി ഫസ്റ്റ് ഹ്യൂമൻ എൻവിയോൺമെന്റ് കോൺഫറൻസ് ആണ്. അതിൻ്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു ആഗോള സമ്മേളനമാണ് ഇതെന്നറിയണം. അതുപോലെ തന്നെ ഓക്കെ, ഉച്ചകോടി നടന്നത് 92 റിയോ ഡി ജനീറോ. അതുകൊണ്ടാണ് ഇതറിയപ്പെടുന്നത് റിയോ ഉച്ചകോടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നടന്ന എപ്പോഴാണ്? 92-ലാണ്. അതുകൊണ്ടാണ് എന്തറിയപ്പെടുന്നത്? ഇത് റിയോ ഉച്ചകോടി എന്ന പേരിൽ കൂടെ അറിയപ്പെട്ടത്. ഇനി ലോക ഭൗമ ഉച്ചകോടി തയ്യാറാക്കിയ ഒരു പ്രാമാണിക രേഖയുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചോളണം. നമ്മൾ തൊട്ട് UNC അല്ലേ, നമ്മൾ പഠിച്ചില്ലേ UNCED. അതിൽ നിന്ന് ലോക ഭൗമ ഉച്ചകോടി എന്നും റിയോ ഉച്ചകോടി എന്ന രണ്ട് പേര് വന്നിട്ട് അതിൽ എങ്ങനെയാണ് റിയോ ഉച്ചകോടി എന്ന പേര് വന്നത്? നമ്മൾ ഉച്ചകോടി നടന്നത് 92 റിയോ ഡി ജനീറോയിലാണ്. ലോക ഭൗമ ഉച്ചകോടിയിൽ തയ്യാറാക്കിയ ഒരു അജണ്ടയാണ് അല്ലെങ്കിൽ രേഖയെ പറഞ്ഞ പേരാണ് അജണ്ട 21. എന്താണ് അജണ്ട 21-ലെ 21 എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് 21ാം നൂറ്റാണ്ടിലേക്കുള്ള അജണ്ട എന്നാണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രാമാണിക രേഖയെ പറഞ്ഞ പേരാണ് അജണ്ട 21 എന്നും ഈ 21 പറയുന്നത് 21ാം നൂറ്റാണ്ടിലേക്കുള്ള അജണ്ട എന്നൊരു പേരാണ് പറയുന്നത്. ഓക്കെ, അജണ്ട ഫോർ ദി 21st സെഞ്ച്വറി. അജണ്ട 21 ലക്ഷ്യം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതല്ലായിരുന്നോ? അപ്പോൾ അജണ്ട 21 ലക്ഷ്യം എന്താണ്? ആഗോള സുസ്ഥിര വികസനം, അതായത് ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ആഗോള സുസ്ഥിര വികസനം അല്ലെങ്കിൽ ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നു. പരിസ്ഥിതിയെയും വികസനത്തെയും സംബന്ധിച്ച ഒരു സമഗ്ര പദ്ധതി കൂടെയാണ് അജണ്ട 21. അപ്പോൾ അറിയുക, അജണ്ട 21 ലക്ഷ്യം ആഗോള സുസ്ഥിര വികസനമാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ക്വസ്റ്റ്യൻ പറയൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അജണ്ട 21 ലക്ഷ്യം ഇനി നിങ്ങൾക്ക് പറയാമോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി അല്ലേ, കിട്ടിയില്ലേ? ആഗോള സുസ്ഥിര വികസനം. അപ്പോൾ വെറുതെ അജണ്ട 21 എന്ന് ഞാൻ പറഞ്ഞില്ല. അതുവഴി നമ്മൾ എങ്ങോട്ട് കയറി? UNCED-യിൽ പോയി. അവിടെ നിന്ന് ഭൗമ ഉച്ചകോടി എന്താണ്, റിയോ ഉച്ചകോടി എന്താണെന്ന് മനസ്സിലാക്കി. അതിൽ നിന്ന് അവിടെ ഉള്ളൊരു ഒരു പ്രാമാണിക രേഖയാണ് അജണ്ട 21 എന്ന് മനസ്സിലാക്കി. അജണ്ട 21 ലക്ഷ്യവും നമ്മൾ പഠിച്ചു. ആ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു. ക്ലിയർ ആണോ? സെറ്റായിട്ട് മനസ്സിലായി. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്യോട്ടോ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ക്യോട്ടോ പ്രോട്ടോക്കോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരെണ്ണമാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. നോക്കാം.
ക്യോട്ടോ പ്രോട്ടോക്കോളിന് അംഗീകാരം നൽകിയ രാജ്യങ്ങളുടെ എണ്ണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ക്യോട്ടോ പ്രോട്ടോക്കോളിന് അംഗീകാരം നൽകിയ രാജ്യങ്ങളുടെ എണ്ണം 192 ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം 2005 ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യം കാനഡയാണ്. അതുപോലെ തന്നെ അജണ്ട 21 ക്യോട്ടോ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ മനസ്സിലാക്കാം ഏതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകാം. ക്യോട്ടോ പ്രോട്ടോകോൾ. എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ? നമ്മൾ പണ്ട് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ക്യോട്ടോ പ്രോട്ടോകോൾ, മോൺട്രിയൽ പ്രോട്ടോകോൾ ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഹരിതഗ്രഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ ഹരിതഗ്രഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കൺട്രോൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടന ഉടമ്പടിയാണ് എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ. പ്രധാനപ്പെട്ട ഹരിതഗ്രഹവാതകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, മീഥേൻ ഉണ്ടാവും, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകൾ. ഇതെല്ലാം പ്രധാനപ്പെട്ട എന്താണ് ഹരിതഗ്രഹവാതകങ്ങളാണെന്ന് അറിയണം. ഇനി ക്യോട്ടോ ഉച്ചകോടി നടന്ന രാജ്യം ജപ്പാൻ. 92 ജപ്പാനിലാണ് ക്യോട്ടോ. 97 ജപ്പാൻ. അതുപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു 2005 തന്നെയാണ്. ശരി തന്നെയാണ്, 2005. അതുപോലെ ക്യോട്ടോ പ്രോട്ടോകോളിന് അംഗീകാരം നൽകിയ രാജ്യങ്ങൾ 192 തന്നെയാണ്. ശരി തന്നെയാണ്. ഇനി ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്ന് പിൻവാങ്ങിയ രാഷ്ട്രം ഏതാണ്? കാനഡയാണ്. 2011 കാനഡ തന്നെയാണ്. അപ്പോൾ ഇതാണ് ആ സ്റ്റേറ്റ്മെന്റുകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ നമുക്ക് നോക്കാമോ? ക്യോട്ടോ പ്രോട്ടോകോൾ അംഗീകാരം നൽകിയ രാജ്യം ശരിയല്ലേ? 192. ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്ന 2005 ശരിയാണ്. ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യം കാനഡയാണ്. ശരി തന്നെയാണ്. അജണ്ട 21 ക്യോട്ടോ പ്രോട്ടോകോളും അല്ല, UNCED ആണ്. ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ച ഭൗമ ഉച്ചകോടി, റിയോ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന 4 മാത്രം എന്നൊരു ശരിമിത്ത് 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ ഒരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ കിട്ടി വരുന്നുണ്ട് അല്ലേ? ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്. ഈ മോഡലിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ. കണ്ടന്റ് പഠിച്ചു പോയാൽ യാതൊരു വിധത്തിലും നമ്മൾ പേടിക്കേണ്ട. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് തോന്നും. ഓക്കെ, കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ. അടുത്ത ക്വസ്റ്റ്യൻ, സൈറ്റ്സ് അപ്പൻഡിക്സ് 1, 2, 3. സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, പഠിച്ചു കഴിയുന്നു അല്ലേ? സൈറ്റ്സ് 1, 2, 3 ഒക്കെ പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ? അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2, അപ്പൻഡിക്സ് 3 ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ ഏത് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട്? അപ്പോൾ ഈ പറയുന്ന 1ലും 2ലും 3ലും വരെ നമുക്കറിയാം വംശനാശ ഭീഷണിക്ക് അനുസരിച്ചാണ് ഈ 1, 2, 3 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതോ ഒരു സൈറ്റിൽ അല്ലെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ പേഴ്സണൽ, പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് എന്ത് ചെയ്യാനുള്ള അനുവാദമുണ്ട്? വളർത്താനുള്ള അനുമതിയുണ്ട്. അത് ഏതെന്ന് ചോദിച്ചാൽ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇനിയും വരാൻ സാധ്യതയുള്ള ആൻസർ പരിവേഷ് എന്നാണ്. എന്താണ്? പരിവേഷ്. മറക്കരുത്. സൈറ്റ്സ് അപ്പൻഡിക്സ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ വെച്ചാൽ പരിവേഷ് എന്ന വെബ്സൈറ്റ് മറക്കരുത്. പരിവേഷ്. വികസ്വര രാജ്യങ്ങളിലെ വനസമ്പത്ത് സംരക്ഷിക്കാനും പരിപാലിക്കാനും പ്രോത്സാഹനം നൽകുക വഴി കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള ഒരു ആഗോള ശ്രമം ഏതാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ബേസൽ കൺവെൻഷൻ ആണോ, റോട്ടർഡാം കൺവെൻഷൻ ആണോ, REDD ആണോ, UNCCD ആണോ? ഏതാണ്? നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിലാദ്യം നമുക്ക് നോക്കാം എന്താണ് REDD പ്ലസ് എന്ന് നോക്കാം. എല്ലാ നമുക്ക് സംഘടനകളൊന്ന് പഠിക്കാം. ആദ്യം REDD റെഡ് എന്നാണ്. ആദ്യം റെഡ്യൂസിങ് എമിഷൻസ് ഫ്രം, ഫുൾ ഫോം പഠിച്ചോളണം. റെഡ്യൂസിങ് എമിഷൻസ് ഫ്രം ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ. ഇതാണ് റെഡ്യൂസിങ് എമിഷൻസ് ഫ്രം ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അതായത് വികസ്വര രാജ്യങ്ങൾ, വികസിത രാജ്യം നമുക്കറിയാം ഡെവലപ്ഡ് കൺട്രീസ്, മറ്റേത് നോൺ ഡെവലപ്മെൻറ്റ് കൺട്രീസ് ആണ് അല്ലേ, അൺഡെവലപ്മെൻറ്റ് കൺട്രീസ് ആണ്. അപ്പോൾ വികസ്വര രാജ്യങ്ങളിലെ വനസമ്പത്ത്, വികസിക്കാത്ത രാജ്യങ്ങളിലെ വനസമ്പത്ത് സംരക്ഷിക്കാനും പരിപാലിക്കാനും പ്രോത്സാഹനം നൽകി അതുവഴി കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള ആഗോള ശ്രമമാണ് റെഡ്. അപ്പോൾ ഇതല്ലേ ആ ക്വസ്റ്റ്യൻ? വികസ്വര രാജ്യങ്ങളിലെ വനസമ്പത്ത് സംരക്ഷിക്കാനും പരിപാലിക്കാനും പ്രോത്സാഹനം നൽകുക വഴി കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള സംരംഭമാണ് റെഡ്. പഠിച്ചു. ഇനി ഇതിൻ്റെ ബാക്കിയുള്ളതുകൂടെ നമുക്ക് നോക്കാം. എന്നാണ് റോട്ടർഡാം കൺവെൻഷൻ? അവിടെയുള്ള ഓപ്ഷനിലെ മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു, കണ്ടോ? നമ്മൾ അവിടെ തന്ന എല്ലാ ഓപ്ഷനും ഒന്ന് പഠിച്ചേക്കാം. റോട്ടർഡാം കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. റോട്ടർഡാം കൺവെൻഷൻ അതെന്താണെന്ന് നോക്കിയിട്ട് വരാം. റോട്ടർഡാം കൺവെൻഷൻ നടന്ന രാജ്യം നെതർലാൻഡ്. അപ്പോൾ ഈ കൺവെൻഷൻ നെതർലാൻഡാണ്.
എന്താണ് ചില അപകടകരമായ രാസവസ്തുക്കൾ അന്തർദേശീയമായി വ്യാപാരം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കൂട്ടുത്തരവാദിത്തങ്ങളും സഹകരണ ശ്രമങ്ങളും ഉറപ്പാക്കുന്നുള്ള ഉടമ്പടി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അപകടകരമായ രാസവസ്തുക്കൾ അന്തർദേശീയമായി കൺട്രികൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി എന്താണ് ബേസൽ കൺവെൻഷൻ 1989 എന്ന് പറയുന്നത്? അപകടകരമായ മാലിന്യങ്ങളുടെ അതിർവരമ്പുകൾ നിയന്ത്രിക്കുന്നതിനും അവ നീക്കം ചെയ്യുന്നതിനുള്ളതാണ് ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാലിന്യങ്ങളുടെ കാര്യം ബേസൽ, രാസവസ്തുക്കളുടെ കാര്യമാണ് റോട്ടർഡാം. ഓക്കെ, അത് ഓർമ്മിച്ച് വെച്ചോണം. ബേസൽ കൺവെൻഷൻ ഓൺ ദി കൺട്രോൾ ഓഫ് എന്താണ് ട്രാൻസ് ബൗണ്ടറി മൂവ്മെന്റ്സ് ഓഫ് ഹസാഡസ് വേസ്റ്റ് ആൻഡ് ദെയർ ഡിസ്പോസൽ. ഇതിന് അംഗീകാരം ലഭിച്ചത് 89 മാർച്ച് 22 പ്രാബല്യത്തിൽ വന്നത് 92 എല്ലാം ഒറ്റ വാക്കിൽ ഓർത്താൽ മതി, റോട്ടർഡാം കൺവെൻഷൻ. ബേസൽ കൺവെൻഷൻ സെക്രട്ടേറിയറ്റ് അവിടെ സ്ഥിതി ചെയ്യുന്നു, അത് ജനീവ ആണ്, സ്വിറ്റ്സർലാൻഡ്. രാജ്യങ്ങൾക്കിടയിലുള്ള അപകടകരമായ മാലിന്യങ്ങളുടെ കൈമാറ്റം കുറയ്ക്കുന്നതിനും പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളിൽ നിന്ന് വികസ്വര രാജ്യങ്ങളിലേക്ക്, കണ്ടോ, വികസ്വര രാജ്യങ്ങളിലേക്ക്, ലെസ് ഡെവലപ്മെന്റ് നേഷൻസിലേക്ക് മാലിന്യങ്ങൾ കൈമാറുന്നത് തടയുന്നതിനുമായി രൂപീകരിച്ച ഉടമ്പടി. അപ്പോൾ വലിയ രാജ്യങ്ങൾ അവരുടെ മാലിന്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് കൈമാറി പോകുന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള കൺവെൻഷനാണ് ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരെണ്ണം അവിടെ ഓപ്ഷനുള്ളതാണ് UNCCD എന്ന് പറയുന്നത്. എന്താണ് CCD? മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനുള്ള UN സമ്മേളനം 94, അതായത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നു. അപ്പോൾ UNCCD എന്താണ് UNCCD എന്ന് ചോദിച്ചാൽ 92 പരിസ്ഥിതി വികസനത്തിനുള്ള UN സമ്മേളനത്തിൽ അല്ലെങ്കിൽ UNCD ഒരു അന്തർ സർക്കാർ ചർച്ചാ സമിതി രൂപീകരിച്ചു. അത് മരുഭൂമീകരണം തടയുന്നതിന് വേണ്ടിയും രൂപീകരിക്കാൻ ശുപാർശ. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, മരുഭൂമീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഒരു സംഘടനയാണ് UNCCD എന്ന് പഠിച്ചു. UNCCD ഫുൾ ഫോം പഠിച്ചാൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ. അപ്പോൾ മരുഭൂമി മരുവത്കരണ വർഷം, UN-ന്റെ മരുഭൂമി മരുവത്കരണ വർഷം ഏതെന്ന് ചോദിച്ചാൽ അത് 2006 നിങ്ങൾ പഠിക്കണം. ഏതാണ്? 2006 എന്ന് പഠിച്ചോളുക. ഓക്കെ, UNCCD. അപ്പോൾ ഈ ഒരു സംഘടനയും കൂടെ നമ്മൾ പഠിച്ചു. ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, 2006 പ്രസ്തുത കമ്മിറ്റി സ്ഥാപിതമായ 94 മരുഭൂമികളുടെ വർഷമായിട്ട് 2006 എന്നൊക്കെ പറഞ്ഞു. ആദ്യ COP നടന്നത് 97 റോം, ഇറ്റലി. ഇനി വനസംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്. അപ്പോൾ വനസംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ് ഒരു ചോദ്യം. അതിൻ്റെ ആൻസർ ഒറ്റയടിക്ക് നമുക്ക് പറയാം, 1980 ഒക്ടോബർ 25. അപ്പോൾ വനസംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ് 1980 ഒക്ടോബർ 25 വനസംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. എന്താണ് വനസംരക്ഷണ നിയമം? നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു പോവില്ലല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് കൂടെ നമുക്ക് പഠിക്കാം അല്ലേ ഫസ്റ്റ്. അപ്പോൾ വനസംരക്ഷണ നിയമം 1980 എന്ന് പഠിക്കുക. എന്താണ്? വനത്തിൻ്റെയും വനവിഭവങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം. അപ്പോൾ എന്തൊക്കെയാണ്? വനത്തിൻ്റെയും വനവിഭവങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ആര് തയ്യാറാക്കിയതാണ്? ഇന്ത്യൻ പാർലമെന്റ് തയ്യാറാക്കിയ നിയമമാണ് എന്താണ്? FCA എന്ന് പറയുന്നത്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 എന്ന് പറയുന്നു. നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലെ അല്ലെ പാഠത്തിലെ ക്വസ്റ്റ്യനാണ്. അതുപോലെ ഇന്ത്യയിലെ വനനശീകരണം നിയന്ത്രിക്കുന്നതിനായാണ് ഈ നിയമം ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയത്. വനനശീകരണം തടയാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത്, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത്. വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് പഠിച്ചു നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ. എന്താണ്? 1980 ഒക്ടോബർ 25. ഇന്ത്യയിലെ വനങ്ങളെയും ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുക എന്നതാണ് വനസംരക്ഷണ നിയമം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. എളുപ്പമുള്ള ടോപ്പിക്കല്ലേ വനസംരക്ഷണത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ ലക്ഷ്യങ്ങളിൽ വന ഇതര ആവശ്യങ്ങൾക്ക് വനഭൂമി ഉപയോഗിക്കുന്നത് തടയുക. അപ്പോൾ വന ഇതര ആവശ്യം, വനത്തിൻ്റെ ആവശ്യമല്ലാതെ മറ്റൊരു കാര്യത്തിന് വനഭൂമി ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ 1927 ഇന്ത്യൻ വന നിയമത്തിലൂടെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് സംരക്ഷിച്ചിരിക്കുന്ന വനഭൂമിയെ സംരക്ഷിക്കുക. അപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 പറഞ്ഞിരിക്കുന്ന വനഭൂമിയെ സംരക്ഷിക്കുക എന്നൂടെ ഈ ആക്ടിനകത്ത് പറയുന്നുണ്ട്. വനഭൂമികൾ കാർഷികമോ കന്നുകാലി മേച്ചിലിനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുന്നതും തടയുക. അപ്പോൾ അങ്ങനെ കാർഷിക മേഖലയ്ക്കായിട്ടായാലും കന്നുകാലി മേയ്ക്കാനായിട്ടായാലും വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ടായാലും ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടെ ഈ ആക്ടിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ 80 വനസംരക്ഷണ നിയമത്തിൻ്റെ സവിശേഷതകൾ എന്തെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ആദ്യം തീരുമാനം കൈക്കൊള്ളാൻ സംസ്ഥാന ഗവൺമെൻറ്റിനെയും മറ്റ് അധികാരികളെയും ഈ നിയമം പരിമിതപ്പെടുത്തുന്നു. കണ്ടോ? അപ്പോൾ ഈ നിയമം എന്താ പറഞ്ഞത്? കേന്ദ്ര ഗവൺമെൻറ് അനുമതിയില്ലാതെ ആദ്യം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഉള്ള കാര്യങ്ങളിൽ നിന്ന് നിയന്ത്രണപ്പെടുത്തുകയാണ്, സ്റ്റേറ്റിനെ നിയന്ത്രണപ്പെടുത്തി കേന്ദ്രം തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുകൂടെ പറയുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും പഠിച്ചു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മാക്സിമം കണ്ടന്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഇനിയും ക്ലാസ്സുകൾ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.